ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബി എ ട്യൂട്ടോറിയൽ. അപ്പോൾ ഇന്നത്തേതൊരു റിവിഷൻ മോക്ക് ടെസ്റ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമ്മളുടെ കൺസ്ട്രക്റ്റിവിസവുമായി ബന്ധപ്പെട്ട ഒരു മോക്ക് ടെസ്റ്റാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന്. അപ്പോൾ ഇന്നത്തേത് കൺസ്ട്രക്റ്റിവിസവുമായി ബന്ധപ്പെട്ട മോക്ക് ടെസ്റ്റാണ്. എല്ലാവരും ഞാൻ തന്ന ടോപ്പിക്കുകൾ പഠിച്ചു കാണും എന്ന വിശ്വാസത്തിൽ നമ്മൾ മോക്ക് ടെസ്റ്റിലേക്ക് പോവുകയാണ്. 20 ചോദ്യങ്ങൾ അടങ്ങുന്ന മോക്ക് ടെസ്റ്റാണ് കേട്ടോ. പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ വന്ന മോക്ക് ടെസ്റ്റ് ചോദ്യങ്ങളാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മോക്ക് ടെസ്റ്റിലേക്ക് പോകാം. അതിന് മുന്നേ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ മോക്ക് ടെസ്റ്റിലേക്ക് പോവാണ്. ആദ്യത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് ഡയറക്ട്ലി റിലേറ്റഡ് ടു വൈഗോട്സ്കിയൻ വ്യൂസ് ഓഫ് എഡ്യൂക്കേഷൻ? മീനിങ്ഫുൾ റിസപ്ഷൻ ലേണിംഗ്, റെസിപ്രോക്കൽ ടീച്ചിങ്, കോഓപ്പറേറ്റീവ് ലേണിംഗ്, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്. ആൻസർ ഏതാണ്? ഇവിടെ ആൻസർ വരുന്നത് മീനിങ്ഫുൾ റിസപ്ഷൻ ലേണിംഗ് ആണ്. നോക്കിക്കേ, വൈഗോട്സ്കിയൻ വ്യൂ അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഏത് ആൻസർ വരുന്നത്? മീനിങ്ഫുൾ റിസപ്ഷൻ ലേണിംഗ് ആണ്. അത് ഓസുബെല്ലിൻ്റെ ആണല്ലേ മീനിങ്ഫുൾ റിസപ്ഷൻ. ഇനി അടുത്ത് രണ്ടാമത്തെ ചോദ്യം, the region between the actual and potential development is known as zone of proximal development, zone of initial development, zone of potential development, zone of individual development. ആൻസർ ഇവിടെ ഏതാണ്? ആൻസർ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻ്റ് ആണ്. ZPD എന്നറിയപ്പെടുന്നത് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻ്റ് ആണ്. ഇനി അടുത്ത് മൂന്നാമത്തെ ചോദ്യം, വൈഗോട്സ്കിയൻ തിയറി ഇംപ്ലൈസ് ചൈൽഡ് വിൽ ലേൺ ബെസ്റ്റ് വെൻ ഷീ ഓർ ഹി ഈസ് എലോൺ, കൊളാബറേറ്റീവ് പ്രോബ്ലം സോൾവിംഗ്, ഇൻഡിവിജ്വൽ അസൈൻമെൻറ്റ് ടു ഈച്ച് സ്റ്റുഡൻറ്റ്, നോട്ട് സപ്പോർട്ടിംഗ് എ ചൈൽഡ് ഇൻ സോൾവിംഗ് ഡിഫിക്കൾട്ട് ക്വസ്റ്റ്യൻ. വൈഗോട്സ്കിയൻ തിയറിയുമായിട്ട് ബന്ധപ്പെട്ടത് ഇവിടെ കൊളാബറേറ്റീവ് പ്രോബ്ലം സോൾവിംഗ് ആണ്. കൊളാബറേറ്റീവ് പ്രോബ്ലം സോൾവിംഗ് ആണ്. അടുത്ത നാലാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ഈസ് നോട്ട് റിലേറ്റഡ് ടു പിയാഷേസ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്? അസിമിലേഷൻ, അക്കോമഡേഷൻ, സ്കീമ, സ്കഫോൾഡ്. നമുക്കറിയാമല്ലോ ഇവിടെ ആൻസർ ഏതാണ്? സ്കഫോൾഡ് ആണ് അല്ലേ. പിയാഷയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിൽ വരുന്ന എന്ന് പറയുന്നത് ഏതാണ്? സ്കീമ, അസിമിലേഷൻ, അക്കോമഡേഷൻ ആൻഡ് എക്വിലിബ്രിയേഷൻ ആണ് അല്ലേ. ഇനി അടുത്ത് അഞ്ചാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് കൺസ്ട്രക്റ്റിവിസ്റ്റ് ടീച്ചർ? ഫെസിലിറ്റേറ്റർ, മെൻറ്റർ, അതോറിറ്റേറിയൻ, ഡെമോക്രാറ്റിക് ലീഡർ. ആൻസർ ഇവിടെ ഏതാണ്? കൺസ്ട്രക്റ്റിവിസ്റ്റ് ടീച്ചറാണ് എന്നുണ്ടെങ്കിൽ അവിടെ ഫെസിലിറ്റേറ്റർ ആയിരിക്കണം, മെൻറ്റർ ആയിരിക്കണം, ഒരു ഡെമോക്രാറ്റിക് ലീഡർ ആയിരിക്കണം. എന്ത് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവാൻ പാടില്ല? ഒരു അതോറിറ്റേറിയൻ ആയിരിക്കാൻ പാടില്ല. ഇനി അടുത്ത് ആറാമത്തെ ചോദ്യം, എ ടീച്ചർ ഹൂ ട്രൈസ് ടു അപ്ലൈ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം ഇൻ ക്ലാസ് റൂം ഈസ് യൂസിങ് എ കൊളാബറേറ്റീവ് ലേണിംഗ്, ബ്രെയിൻ സ്റ്റോമിംഗ്, സിമുലേഷൻ, ക്വസ്റ്റ്യനിങ്. ഒരു കൺസ്ട്രക്റ്റിവിസ്റ്റ് ടീച്ചറാണ് എന്നുണ്ടെങ്കിൽ ക്ലാസ്സിൽ എന്ത് അപ്ലൈ ചെയ്യാൻ പറ്റും? കൊളാബറേറ്റീവ് ലേണിംഗ് അപ്ലൈ ചെയ്താൽ ആ ടീച്ചറിനെ കൺസ്ട്രക്റ്റിവിസ്റ്റ് ടീച്ചറാണ് എന്ന് പറയാം. സോഷ്യൽ കൺസ്ട്രക്റ്റിവിസ്റ്റ് ടീച്ചറാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. നമുക്കറിയാമല്ലോ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുന്നത് തന്നെ സൊസൈറ്റിയുമായി ചേർന്ന് പഠിക്കുന്നതാണ്. കൊളാബറേറ്റീവ് ലേണിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഔട്ട്സൈഡ് ദി ക്ലാസ് റൂം നമ്മൾ ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടി പഠിക്കുന്ന ഒരു ലേണിംഗ് ആണ് കൊളാബറേറ്റീവ് ലേണിംഗ്. ഇനി അടുത്ത ഏഴാമത്തെ ചോദ്യം, അക്കോർഡിംഗ് ടു പിയാഷെ ദ കോഗ്നിറ്റീവ് പ്രോസസ് that manages how we take in new information and incorporate that new information into our existing knowledge is accommodation, assimilation, shaping, insight. ആൻസർ ഇവിടെ ഇതാണ്.
അസിമിലേഷൻ ആണല്ലേ. അസിമിലേഷൻ്റെ ഡെഫിനേഷനൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഇവിടെ ചോദ്യത്തിൽ പറയുന്നുണ്ട് ഏത് കോഗ്നിറ്റീവ് പ്രോസസ്സിലാണ് ദാറ്റ് മാനേജസ് ഹൗ വി ക്യാൻ ടേക്ക് എ ന്യൂ ഇൻഫർമേഷൻ ആൻഡ് ഇൻകോർപ്പറേറ്റ് ദാറ്റ് ഇൻഫർമേഷൻ ഇൻ ടു ദി അവർ എക്സിസ്റ്റിംഗ് നോളജ്. അല്ലേ, എക്സിസ്റ്റിംഗ് നോളജും പുതിയ നോളജും തമ്മിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതിൻ്റെ സ്റ്റേജ് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അത് അസിമിലേഷൻ ആണ്. ഇനി അടുത്ത് 8ാമത്തെ ചോദ്യം, ചീഫ് എക്സ്പോണൻറ്റ് ഓഫ് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം. വൈഗോട്സ്കി, ഗാഗ്നെ, പിയാഷെ, ഓസുബൽ. ആൻസർ ഇവിടെ ഏതാണ്? വൈഗോട്സ്കിയാണ്. സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം ആണെന്ന് പ്രത്യേകം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതാണ്? വൈഗോട്സ്കിയാണ് അല്ലേ. ഇനി അടുത്ത് 9ാമത്തെ ചോദ്യം, അക്കോർഡിംഗ് ടു പിയാഷെ സെൻസറി മോട്ടോർ സ്റ്റേജ് ദ ഒബ്ജക്ട്സ് കണ്ടിന്യൂ ടു എക്സിസ്റ്റ് even when they are hidden from view. This is termed as assimilation, object permanence, visualization, accommodation. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? പിയാഷെയുടെ സെൻസറി മോട്ടോർ സ്റ്റേജിൽ ഒരു ഒബ്ജക്റ്റ് നമ്മളുടെ കണ്ണിൽ നിന്ന് മാഞ്ഞാലും നമ്മളുടെ ആ കണ്ണിൽ അത് അല്ലെങ്കിൽ നമ്മളുടെ അത് എക്സിസ്റ്റ് ചെയ്യുന്നു, ആ ഒബ്ജക്റ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ആ ഒബ്ജക്റ്റ് പെർമനൻസ്. ഇനി അടുത്ത 10ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് റിലേറ്റഡ് ടു കൺസ്ട്രക്റ്റിവിസം. കൺസ്ട്രക്റ്റിവിസവുമായി ബന്ധപ്പെടാത്തത് ഇത് എന്നാണ് ചോദ്യം. ലേണിംഗ് ഇൻവോൾവ്സ് ആൻ yes/or കണക്ഷൻ. Learning is an active process. Learning needs previous experience. Intrinsic motivation is essential for learning. കൺസ്ട്രക്റ്റിവിസവുമായി ബന്ധപ്പെട്ട് ഇവിടെ വരാത്തത് ലേണിംഗ് ഇൻവോൾവ്സ് ആൻഡ് yes/or കണക്ഷൻ. yes/or കണക്ഷൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ല, കൺസ്ട്രക്റ്റിവിസവുമായി ബന്ധപ്പെട്ടതല്ല, അത് ബിഹേവിയറിസവുമായി ബന്ധപ്പെട്ടതാണ്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. ഇനി അടുത്ത് 11ാമത്തെ ചോദ്യം, ദ ഫോളോവിങ് കോൺസെപ്റ്റ് ആർ റിലേറ്റഡ് ടു പിയാഷെ തിയറി ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് എക്സെപ്റ്റ് വൺ. ഫൈൻഡ് ദി ഓഡ് വൺ. അക്കോമഡേഷൻ, അസിമിലേഷൻ, സ്കഫോൾഡിംഗ്, സ്കീമ. ആൻസർ ഇവിടെ ഏതാണ്? സ്കഫോൾഡിംഗ് ആണില്ലേ. അപ്പോൾ നോക്കിക്കേ, നമ്മുടെ പിയാഷയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടതിനെ കുറിച്ച് എത്ര ചോദ്യങ്ങളാണ് ഇപ്പോൾ ചോദിച്ചിരിക്കുന്നതെന്ന്. ഇനി അടുത്ത് 12ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് മാച്ചിങ് വിത്ത് പിയാഷേസ് തിയറി ഓഫ് ലേണിംഗ്. ചൈൽഡ് കൺസ്ട്രക്ട് നോളജ് ഔട്ട് ഓഫ് എക്സ്പീരിയൻസ്. ലേണിംഗ് ഈസ് എ കോൺഷ്യസ് ഡെലിബറേറ്റ് ആക്ടിവിറ്റി. Any knowledge which is consisted within the existing cognitive structure will be considered as meaningless. Learning and life development are biological process. ഇവിടെ ഏത് ആൻസർ വരുന്നത്? ഇവിടെ നന്നായിട്ട് നോക്കിയാലേ മനസ്സിലാവും. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. നോക്കിക്കേ, എന്താ പറയുന്നത്? എനി നോളജ് വിച്ച് കൺസിസ്റ്റഡ് വിത്തിൻ ദ എക്സിസ്റ്റിംഗ് കോഗ്നിറ്റീവ് സ്ട്രക്ചർ വിൽ ബി കൺസിഡേർഡ് ആസ് മീനിങ് ലെസ് എന്നാണ് പറഞ്ഞേക്കുന്നത് ഇല്ലേ. മീനിങ് ഫുള്ളാണ് ഇവിടെ ആൻസർ അല്ലേ. അതായത് നമ്മളുടെ എക്സിസ്റ്റിംഗ് നോളജിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് നമ്മൾ പിയാഷയുടെ തിയറി ഓഫ് ലേണിങ്ങിനകത്ത് പറയുന്നത് ഇല്ലേ. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഇവിടെ മീനിങ് ലെസ് എന്ന് പറഞ്ഞേക്കുന്നു, അത് തെറ്റാണ്, മീനിങ് ഫുള്ളാണ് വരുന്നത്. ഇനി അടുത്ത് 13ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് റിലേറ്റഡ് ടു വൈഗോട്സ്കിയൻ ലേണിംഗ് തിയറി. സ്കഫോൾഡിംഗ്, concept attainment model, collaborative learning, cooperative learning. വൈഗോട്സ്കിയൻ ലേണിംഗ് തിയറിയുമായിട്ട് ബന്ധപ്പെടാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്? അത് കോൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡലാണ്. കോൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ ആരുടേതാണ്? ബ്രൂണറുടേതാണ്. ഇനി അടുത്ത് 14ാമത്തെ ചോദ്യം, പിയാഷെ യൂസ്ഡ് വിത്ത് ദി ടേം സ്കീമാറ്റ ടു റെഫർ ടു ദി കോഗ്നിറ്റീവ് സ്ട്രക്ചർ underlying organized pattern of behavior, experience, operations, concept. ആൻസർ നമുക്കറിയാമല്ലോ. ഏതാണ്? പിയാഷയുടെ ആ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് കോൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചത് ഇല്ലേ. അപ്പോൾ ഇവിടെ ആൻസർ വന്നേക്കുന്നത് ഏതാണ്? കോൺസെപ്റ്റ് ആണ്. ഇനി അടുത്ത് 15ാമത്തെ ചോദ്യം, അക്കോർഡിംഗ് ടു പിയാഷെ in which stage that child develops the ability for seriation and different types of classification. പിയാഷയുടെ 4 സ്റ്റേജസിനകത്ത്
ഏത് സ്റ്റേജിലാണ് കുട്ടി എന്താ ക്ലാസിഫിക്കേഷനും അതുപോലെ തന്നെ സീരിയേഷൻ എബിലിറ്റിയൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്? പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, സെൻസറി മോട്ടോർ സ്റ്റേജ്, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. ആൻസർ ഇവിടെ ഏതാണ്? ഇവിടെ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിലാണ് അല്ലേ. ഇനി 16ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഐഡിയാസ് ഈസ് നോട്ട് റിലേറ്റഡ് ടു സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം? റെസിപ്രോക്കൽ ടീച്ചിങ്, സ്കഫോൾഡിംഗ്, ഷെഡ്യൂൾസ് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ്, കൊളാബറേറ്റീവ് ലേണിംഗ്. ആൻസർ ഇവിടെ ഏതാ വരുന്നത്? ഷെഡ്യൂൾസ് ഓഫ് റീഇൻഫോഴ്സ്മെൻ്റ് ആണല്ലേ. റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മൾ ബിഹേവിയറിസവുമായി ബന്ധപ്പെട്ട് പഠിച്ചതാണ്. ഇവിടെ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസവുമായി ബന്ധപ്പെടുമ്പോൾ റെസിപ്രോക്കൽ ടീച്ചിങ് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം ആണ്. അതുപോലെ തന്നെ സ്കഫോൾഡിംഗ്, കൊളാബറേറ്റീവ് ലേണിംഗ് ഇതെല്ലാം എന്തിൻ്റെ ഭാഗമാണ്? സോഷ്യൽ കൺസ്ട്രക്റ്റിവിസത്തിൻ്റെ ഭാഗമാണ്. ഇനി റെസിപ്രോക്കൽ ടീച്ചിങ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു വ്യക്തി എന്ത് ചെയ്യുന്നു, ഒരു ഗ്യാങ്ങിലുള്ള എല്ലാ കുട്ടികളെയും പഠിപ്പിച്ചു കൊടുക്കുന്നു. ഇതുപോലെ എല്ലാ കുട്ടികളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഠിപ്പിച്ചു കൊടുക്കുന്ന മെത്തേഡിനെ പറയുന്ന പേരാണ് റെസിപ്രോക്കൽ ടീച്ചിങ്. ഇനി അടുത്ത് 17ാമത്തെ ചോദ്യം, സ്മിത ഈസ് എ 10th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻറ്റ് ആൻഡ് അക്കോർഡിംഗ് ടു പിയാഷെ സ്മിത ഈസ് എ സ്റ്റേജ് ഓഫ് തിങ്കിങ് വിച്ച് ഈസ് കോൾഡ് ഫോർമൽ ഓപ്പറേഷൻസ്, കോൺക്രീറ്റ് ഓപ്പറേഷൻസ്, അസിമിലേഷൻ, അഡാപ്റ്റേഷൻ. ആൻസർ ഇവിടെ ഇതാണ്. ആൻസർ ഇവിടെ ഫോർമൽ ഓപ്പറേഷൻസ് ആണ് ഇല്ലേ. 10th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വയസ്സ് നമുക്ക് ഊഹിക്കാവുന്നുള്ളതേ ഉള്ളൂ ഇല്ലേ, 15 ഇയേഴ്സിൻ്റെ അത്. അപ്പോൾ ആ ഒരു ടൈം എന്ന് പറയുന്നത് ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ് ആണ് എന്ന് നമുക്കറിയാം. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് ഇവിടെ ഇൻഡയറക്റ്റ് ആണ് ചോദ്യം. പക്ഷേ നമുക്ക് നമ്മുടെ ഏജോ അങ്ങനെ ഒന്നും പറയുന്നില്ല. 10th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻ്റ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അത് വെച്ച് നമ്മൾ ഏജ് കണ്ടുപിടിച്ച് നമ്മൾ ആ ലെവൽ കണ്ടുപിടിക്കുന്നു, ആ സ്റ്റേജ് കണ്ടുപിടിക്കുന്നു. ഇനി അടുത്ത 18ാമത്തെ ചോദ്യം, Cognitive development theory was postulated by Jean Piaget, Abraham Maslow, William James, Robert Gagne. നമ്മൾ ഒരു ഡൗട്ടും ഇല്ലാണ്ട് പറയും അല്ലേ. ഏതാണ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് തിയറി? ആരുടേതാണ്? ജീൻ പിയാഷെയുടേതാണ്. ഇനി അടുത്ത് 19ാമത്തെ ചോദ്യം, ദ ഇൻ്റലക്ച്വൽ സപ്പോർട്ട് ഗിവൺ ബൈ എ മോർ ഇൻ്റലിജൻറ്റ് പേഴ്സൺ ടു ഹിസ് ഇൻഫീരിയർ ഈസ് നോൺ ആസ് ഗൈഡൻസ്, ടീച്ചിങ്, ട്യൂട്ടറിങ്, സ്കഫോൾഡിംഗ്. ആൻസർ ഇവിടെ ഇതാണ്. ആൻസർ സ്കഫോൾഡിംഗ് ആണ് ഇല്ലേ. എന്താ ചോദ്യത്തിൽ പറഞ്ഞേക്കുന്നത്? ഒരു ഇൻ്റലക്ച്വൽ സപ്പോർട്ടാണ് ഇല്ലേ, ഒരു ഇൻ്റലക്ച്വൽ സപ്പോർട്ടാണ്. ഈ ഇൻ്റലക്ച്വൽ സപ്പോർട്ട് ആർക്ക് കൊടുക്കുന്നു? അതായത് നല്ലൊരു ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള വ്യക്തി ഇൻ്റലിജൻസ് കുറഞ്ഞ ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന സപ്പോർട്ടിനെ പറയുന്ന പേരാണ് സ്കഫോൾഡിംഗ്. അടുത്ത് 20ാമത്തെ ചോദ്യം, ലാസ്റ്റ് ചോദ്യമാണ്. സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് മീൻസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് കണ്ടിന്യൂറ്റി ഇൻ ബിഹേവിയറൽ മെത്തേഡ്സ്, the difference between what age child can currently do compared to their long-term potential, the difference between what a child can do on their own and what they can do with the help of more knowledgeable other, an area of research that is dedicated to developing consistent and useful learning and teaching material. ഇവിടെ ആൻസർ ഇതാ വരുന്നത്. നമുക്ക് ഒരൊറ്റ വേർഡ് കിട്ടുമില്ലേ, എന്താണ്? മോർ നോളജബിൾ അതർ അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ MKO എന്നുള്ളത്, മോർ നോളജബിൾ അതർ. അപ്പോൾ ആ ഒരു വാക്ക് നമ്മൾ 3ാമത്തെ ഓപ്ഷനിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് തന്നെയാണ് ആൻസർ. സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ദ ഡിഫറൻസ് ബിറ്റ്വീൻ വാട്ട് എ ചൈൽഡ് ക്യാൻ ഡു ഓൺ ദെയർ ഓൺ, സ്വന്തമായിട്ടൊരു കുട്ടിക്ക് ചെയ്യാൻ കഴിയുന്നതും അതുപോലെ തന്നെ വിത്ത് ദ ഹെൽപ്പ് ഓഫ് മോർ നോളജബിൾ അതർ, ഇതാണ് ഒരു കുട്ടിയെക്കാട്ടി അറിവുള്ള മറ്റൊരാളുടെ ഹെൽപ്പോട് കൂടിയും കുട്ടിക്ക് എത്രത്തോളം ചെയ്യാൻ കഴിയുന്നു എന്നതിൻ്റെ ഒരു ഡിഫറൻസ് ആണ് നമ്മൾ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 20 ചോദ്യങ്ങൾ എത്രത്തോളം യൂസ്ഫുൾ ആയി എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എന്താണ് ഈ ഒരു സെക്ഷനകത്ത് നിന്ന് നമുക്ക് 20 ചോദ്യങ്ങൾ നമ്മൾ കണ്ടു. ഈ 20 ചോദ്യങ്ങൾ കഴിഞ്ഞ 5 വർഷത്തെ ചോദ്യങ്ങളിനകത്തുനിന്ന് നമ്മളെടുത്ത ചോദ്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ അറിയാം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ടോപ്പിക് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ഒന്നിലധികം ചോദ്യങ്ങൾ ഒരു ചോദ്യ പേപ്പറിൽ കാണാം. ഉറപ്പായിട്ടും ഒരു കൺസ്ട്രക്റ്റിവിസം കാണാം, അതുപോലെ തന്നെ പിയാഷെയുടെ തിയറിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം കാണാം, സോഷ്യൽ കൺസ്ട്രക്റ്റിവിസവുമായി കമ്പയർ ചെയ്ത ചോദ്യവും കാണാം. ഒന്നിലേറെ ഉറപ്പാണ്. ഷുവറായിട്ടും
2 ക്വസ്റ്റ്യൻസ് ഉറപ്പാണ്, ചിലപ്പോൾ 2-ലേറെ ചോദ്യങ്ങളും എന്ത് ചെയ്യാം നമ്മളുടെ ഈ ഒരു ഭാഗത്ത് നിന്നുണ്ടാവാം. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നല്ല രീതിക്ക് പഠിച്ച് മാർക്ക് മേടിച്ചു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ മാർക്കുകൾ കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയ്ക്കായി കാത്തിരിക്കുക. അതുവരേക്കും ഇറ്റ്സ് ബൈ ഫോർ ജസ്ന.